മറ്റൊരു വാർത്തയിലേക്ക്. കണ്ണൂർ പയ്യന്നൂരിലെ അനിലയുടെ മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴുത്തു ഞെരിച്ചാണ് അനിലയെ കൊന്നതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. മരിച്ച നിലയിൽ കണ്ടെത്തിയ ആ, മൃതദേഹമായിരുന്നു. മരിച്ച നിലയിലാണ് അനിലയെ കണ്ടെത്തിയത്. സുദർശന പ്രസാദും അനിലയും തമ്മിൽ പിടിവലിയുണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം. സുദർശന പ്രസാദും അനിലയും ബൈക്കിൽ വീട്ടിലേക്ക് എത്തുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. അർജുൻ കല്യാട് നൽകും കൂടുതൽ വിവരങ്ങൾ. അർജുൻ കല്യാട്, അനിലയുടെ മരണം കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ ആ കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് ലഭിക്കുന്നത്? സുജിയ, കൊലപാതകത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ്. എന്തായാലും ഇന്നലെ തന്നെ ഈ മരണം സംഭവിച്ച ഘട്ടത്തിൽ തന്നെ പോലീസ് ഇതിൻ്റെ പ്രാഥമികമായ പരിശോധന പൂർത്തിയായ ഘട്ടത്തിൽ തന്നെ ഇത് കൊലപാതകമാണ് എന്നുള്ള സംശയം പ്രകടിപ്പിച്ചിരുന്നു. കാരണം അത്തരത്തിലുള്ള ചില സാഹചര്യ തെളിവുകളും ആ സ്ഥലത്തു നിന്നും സംഭവ സ്ഥലത്തു നിന്നും കണ്ടെത്തുന്നൊരു കാര്യം പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ ആ മരണം, അനിലയുടെ മരണം ഒരു കൊലപാതകമാണ് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയാണ്. അനിലയുടെ മരണ കാരണം കഴുത്ത് ഞെരിഞ്ഞ് തടസ്സം നേരിട്ടതാണ് എന്നുള്ള കാര്യമാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിന് പുറമെ തന്നെ അനിലയുടെ മുഖത്തും ശരീരത്തിലാകമാനം തന്നെയും മുറിവേറ്റതിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഭാഗമായി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ മരണം നടക്കുന്ന അല്ലെങ്കിൽ ഈ കൊലപാതകം നടക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്ന സുദർശന പ്രസാദും അതുപോലെ തന്നെ ഈ അനിലയും, ഇവർ രണ്ടുപേരുമാണ് വാഹനത്തിലേക്ക് ആ വീട്ടിനകത്തേക്ക് എത്തുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഇനി ആ വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ കുടുംബം, അനിലയുടെ കുടുംബം ഇന്നലെ തന്നെ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരാൾ മാത്രമാണോ ഉള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അനിലയുടെ കുടുംബം സംശയം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു അന്വേഷണത്തിലേക്ക് പോലീസ് ഇനി ഇരിക്കേണ്ടതുണ്ട്. എന്തായാലും കൃത്യമായ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഈ സുദർശന പ്രസാദും അനിലയും ബൈക്കിനകത്തേക്കാണ് വീട്ടിലേക്ക് എത്തിയത്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മരിക്കുന്നതിന് അല്ലെങ്കിൽ കൊലപാതകം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ തമ്മിലൊരു സംഘടനം അല്ലെങ്കിൽ പിടിവലി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പോലീസിന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഈ പറയുന്ന ഈ അനിലയുടെ മരണത്തിന് ശേഷം അത് കൊലപാതകമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആത്മഹത്യയോ തുടങ്ങിയിട്ടുള്ള ഒരു സംശയമെല്ലാം പല കോണിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. എന്നാൽ അതിലിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരുന്ന ഘട്ടത്തിൽ അത് കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങളാണ് കൊന്നത് എന്ന ഒരു ചോദ്യം കൂടി അവിടെ നിൽക്കുകയല്ലേ അർജുൻ കല്യാട്? സുജിയ, തീർച്ചയായിട്ടും. ഇവർ തമ്മിൽ, ഈ സുദർശന പ്രസാദും അനിലയും തമ്മിൽ പരിചയക്കാരാണ്, അവർ സുഹൃത്തുക്കളാണ്. മുൻപും ഇവർ തമ്മിൽ ഇത്തരത്തിൽ ഫോൺ സംഭാഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഫോൺ രേഖകൾ, ഇവർ പരസ്പരം വിളിച്ചതിൻ്റെ കാര്യങ്ങൾ, അതിനു പുറമെ ഇവർ വാട്സപ്പിനകത്തൊക്കെ ചാറ്റ് ചെയ്തതിൻ്റെ തെളിവുകളൊക്കെ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ പരസ്പരം സുഹൃത്തുക്കളാണ്, ഇവർ തമ്മിൽ കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത്തരത്തിൽ ഇവർ മുൻപ് ഇത്തരത്തിൽ അടുപ്പമുണ്ടായിരുന്നു. പിന്നീട് കുറേ കാലമായി ഇവർ സൗഹൃദമൊന്നും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഈ പയ്യന്നൂരിൽ ആളൊഴിഞ്ഞ അല്ലെങ്കിൽ ആൾതാമസമില്ലാത്ത ഒരു വീട്ടിനകത്തേക്ക് ഈ സുദർശന പ്രസാദ് അനിലയും കൊണ്ട് ചെല്ലുന്നത്. അവിടെ വെച്ചാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കൊലപാതകത്തിലേക്ക് നയിക്കും ഒരുപക്ഷെ ഇത്തരത്തിൽ എന്തെങ്കിലും ഇവർ തമ്മിലുള്ള ഈ അടുപ്പം, ബന്ധം ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അനിലയുടെ കുടുംബം, അനിലയ്ക്ക് 2 മക്കളും ഭർത്താവും ഉള്ളതാണ്. അപ്പോൾ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതാണോ അല്ലെങ്കിൽ ഈ സുദർശന പ്രസാദ് ഏതെങ്കിലും തരത്തിൽ അനിലയെ ഇത്തരത്തിൽ വകവരുത്തണം എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായി തന്നെ ആ വീട്ടിനകത്തേക്ക് കൊണ്ടുവന്നതാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തത വരുത്തേണ്ടത് പോലീസാണ്. എന്തായാലും ഈ സംഭവങ്ങളെല്ലാം ഒരു യാഥാർത്ഥ്യമാണ്. അനിലയും ഈ പറയുന്ന സുദർശന പ്രസാദും തമ്മിൽ പരിചയക്കാരായിരുന്നു, ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. മുൻപ് സമാനമായ രീതിയിൽ തന്നെ ഇവർ തമ്മിൽ നല്ല രീതിയിൽ തന്നെയുള്ള ബന്ധമുണ്ടായിരുന്നു. അത് അവരുടെ കുടുംബവുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത് പറഞ്ഞ് ഒഴിവാക്കിയതാണ്. കുറച്ചു കാലമായി അവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനുശേഷം അവർ വീണ്ടും കഴിഞ്ഞ ദിവസം, മിനിഞ്ഞാന്ന് രാവിലെയോടുകൂടിയാണ് പരസ്പരം കാണുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള സംഘടനമാണോ അല്ലെങ്കിൽ പ്രശ്നങ്ങളാണോ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. അർജുൻ കല്യാടാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.